എൻ്റെ പേര് ജിൻഡോ ജോർജ്. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് 41 വയസ്സായി. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മ, ഭാര്യ, 3 കുട്ടികൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുത്തത്? എത്ര കാലമായി നിങ്ങളിവിടെ ജോലി ചെയ്യുന്നു? ഞാനൊരു ഇൻഷുറൻസ് ഫീൽഡിലേക്ക് കടന്നിട്ട് ഇപ്പോൾ ഏകദേശം 13 കൊല്ലമായി. ഞാനൊരു നേഴ്സാണ്. നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഇൻഷുറൻസും കൂടി ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് രോഗികളെയും അവരുടെ പൈസയുടെ ബുദ്ധിമുട്ടും ഇൻഷുറൻസ് ഉള്ളവരുടെ ഗുണവും കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇതിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാനും പറ്റിയിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്തിൻ്റെ ഏജൻസി എടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഏകദേശം 300ഓളം പോളിസികൾ നമുക്ക് ലൈവായിട്ടുണ്ട്. 300ഓളം ഫാമിലി പോളിസികൾ. 300ഓളം പോളിസികളിൽ കൂടിയിട്ട് മെമ്പേഴ്സിന് നോക്കുമ്പോൾ ഏകദേശം 850ഓളം വ്യക്തികൾക്ക് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. പ്രസൻ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ക്ലെയിം വന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഭൂരിഭാഗം നമുക്ക് ക്യാഷ്ലെസ്സിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് ക്ലെയിമുകൾ മാത്രമാണ് റീഇംബേഴ്സ്മെൻറ്റിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ. അതേപോലെ നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ വാങ്ങി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ക്ലെയിമുകൾ റിജക്റ്റ് ആവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് പിന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധമായ രീതിയിൽ ഇൻഷുറൻസ് എടുക്കുക. അതായത് ഇൻഷുറൻസിൽ കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷനോട് കൂടിയാണ് അവർ ക്ലെയിമുകളും കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അസുഖങ്ങളുണ്ടെങ്കിലും എന്താണെന്നുള്ളതും കൃത്യമായി പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇൻഷുറൻസ് എടുക്കാനായിട്ട്. ഏതിനൊക്കെ ഉപകാരപ്പെടും, എന്തെല്ലാം കവറേജാണ് അതിന് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഹെൽത്തി ആയിരിക്കുമ്പോൾ ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് അസുഖം വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. മേജറായിട്ടുള്ള അസുഖം വന്നൊരു വ്യക്തിക്ക് നമുക്ക് ഇൻഷുറൻസ് ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളത് മറച്ചു വെച്ചുകൊണ്ട് പോളിസി എടുത്താലും അസുഖം വരുമ്പോൾ നമ്മൾ തന്നെ അത് പറയും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലെയിം റിജക്ഷൻ വരും. നമുക്ക് ഇപ്പോൾ എൻ്റെ 13 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ഒരു ക്ലെയിം പോലും റിജക്റ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റൽ ഫീൽഡാണ്, അതിൻ്റെ കാര്യങ്ങൾ അറിയാം, മെഡിക്കൽ ടേംസ് അത്യാവശ്യം അറിയാം. അപ്പോൾ ആ വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്താണെങ്കിലും സംസാരിക്കുന്നതും അതനുസരിച്ച് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ പോളിസി കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലെയിമുകൾ വരുമ്പോഴും നമുക്ക് കൃത്യമായി സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട്, ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഭൂരിഭാഗം ക്ലെയിമുകളും ക്യാഷ്ലെസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്കപ്പോൾ പൈസേനെ പറ്റി അവർക്ക് ബാധ്യത വരുന്നില്ല. റീഇംബേഴ്സ്മെൻറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ച് പിന്നെ അത് വരാൻ വേണ്ടി കാത്തിരിക്കണം. ക്യാഷ്ലെസ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് ബില്ല് സെറ്റിൽ ചെയ്താൽ അതിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് വരുള്ളൂ. ഇപ്പോൾ നോൺ മെഡിക്കൽ ഐറ്റംസ് നമുക്ക് ഇൻഷുറൻസിൽ കവേർഡ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ബില്ലുകൾ മാത്രമാണ് പാർട്ടിക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. നിങ്ങളുടെ നിലവിലെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ്? ഇതുവരെ എത്ര ക്ലെയിമുകൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്? അതിൽ വലിയ ക്ലെയിം വന്നിരിക്കുന്നത് ഒരു 9 ലക്ഷത്തിൻ്റെ ഒരു ക്ലെയിം എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചുകുട്ടിക്കൊരു 7 ലക്ഷം രൂപയോളം ക്ലെയിം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഏകദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 12 വർഷത്തിനുള്ളിൽ ഒരു 75 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഓരോ വ്യക്തികൾക്കും ചേർന്നുള്ള വ്യക്തികൾക്ക് അസുഖത്തിനായിട്ട് ഹോസ്പിറ്റൽ ബില്ലുകൾ നമുക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100-150 കേസുകൾ ചെറുതും വലുതുമായിട്ട്, ഒരു ചെറിയ പനി വന്നതും അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി അങ്ങനെയുള്ള വലുതൊക്കെ ആയിട്ട് ഏകദേശം ഒരു 150ഓളം ഹോസ്പിറ്റൽ ബില്ലുകൾ നമുക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിലൂടെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലെ ഈ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണ്. അതായത് നഴ്സിംഗ് മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നൊരു മേഖലയായിരുന്നു. സാലറി ഇഷ്യൂസ്, ഷിഫ്റ്റ് ടൈമിങ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സമയത്താണ് മറ്റൊരു ഇതിലേക്കും കൂടിയും വേണം, ഒരു ഇത് മാത്രം പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏജൻസി എടുത്തതും. അതിലൂടെ ശരിക്കും അതൊരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാനും പറ്റി. അതേപോലെ നമുക്കൊരു സാമ്പത്തികമായി ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി മുന്നോട്ട് പോകാനായിട്ടും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് സാമ്പത്തികമായൊരു സ്റ്റെബിലിറ്റി നേടിത്തരുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേരെ നമ്മളെ സഹായിക്കാനും, നമുക്കൊരാവശ്യം വന്നാൽ നമ്മളെ സഹായിക്കാനായിട്ട് കുറച്ച് പേരെങ്കിലും കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാക്കാനും ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നതുകൊണ്ട്, സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്.
നമ്മൾ ഒരുപാട് പേരെ നമ്മൾ സാമ്പത്തികമായിട്ട് അസുഖം വന്നിരുന്ന സമയത്ത് ഇൻഷുറൻസ്, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് വഴി ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കുകയും അവർ അതിനുള്ള നന്ദി നമ്മളോട് പറയുകയും അവർ വഴി നമുക്ക് മറ്റേ ആൾക്കാരെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള നന്ദി എന്നും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനോട് ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു വഴിത്തിരിവായി വന്നിരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏജൻസി വഴിയും അതുവഴിയുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ്.